ഇന്നു മുതൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായി പോകുന്നത് മുരും സ്കൂൾ എന്ന് പറയുന്ന ഒരു ഫാന്റസി റൊമാന്റിക് ത്രില്ലർ ഡ്രാമയാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു മനുഷ്യനെ കാണിക്കുന്നു. അയാളും ഒരു കാട്ടിലൂടെ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടുന്നു. അയാളുടെ പിന്നാലെ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വരുന്നു. അയാളും അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. അയാളും അവരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രത്യേക രീതിയിലാണ് ആ ഒരു ഫൈറ്റ് ചെയ്യുന്നത്. ആ പെൺകുഞ്ഞിനോട് നമ്മളും എത്താറായി എന്ന് പറയുന്നു. എന്നിട്ട് അയാളും അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തില് കൈവെക്കുന്ന സമയം അവിടെ എന്തോ ഒരു ബാരിയർ പോലെ ഉണ്ടാകുന്നതായി കാണിക്കുന്നുണ്ട്. ആ മരത്തിലും എന്തൊക്കെയോ അക്ഷരങ്ങളും പ്രത്യക്ഷപ്പെടുന്നു. ഈ ഒരു മനുഷ്യനെയും ചേസ് ചെയ്തു വന്ന ആ ഒരു വ്യക്തികൾക്കും അയാളെ കാണാനാകുന്നില്ല. പക്ഷെ അയാള് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവർക്ക് അയാളെ കാണാനാകാത്തതാണ്. അയാളും രക്ഷപ്പെട്ടു പോയിന്ന് കരുതി ഇവരും തിരിച്ചു പോകുന്നു. ശേഷം 18 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയെയും കാണിക്കുന്നു. അവനൊരു K-pop ഐഡലാണ്. യുൻ ഷിബു എന്നാണ് അവന്റെ പേര്. അവനും ഇന്ന് ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവന്റെ മാനേജറും ഇവനെ വിളിക്കുന്നുണ്ട്. ആ സമയം ഇവൻ ഉണരുന്നു. പക്ഷെ ഇവന്റെ ചെവിയിൽ എന്തോ ഒരു പ്രശ്നം ഉള്ളതായിട്ട് അവൻ അനുഭവപ്പെടുന്നു. വല്ലാത്ത വേദന. അത് കുറച്ചു കഴിയുമ്പോൾ മാറുകയും ചെയ്യുന്നു. മാനേജറും അവനെ വഴക്കു പറയുന്നുണ്ട്. നീ വേഗം ഇവിടേക്ക് വരണം, നമ്മുടെ കൺസേർട്ട് ആരംഭിക്കാനായി പോവുകയാണ്. എന്നിട്ട് അവനും ഫോൺ വെക്കുന്നു. അവന് വീണ്ടും ആ ഒരു വേദന അനുഭവപ്പെടുന്നുണ്ട്. അവൻ എന്തോ ഗുളികകളൊക്കെ എടുത്തും കഴിക്കുന്നു. ശേഷം കാണിക്കുന്നത് ഇതിലെ സെക്കൻഡ് ഹീറോയാണ്. അവനാണെങ്കിൽ സാങ്ഹെ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ് കമ്പനിയുടെ ചെയർമാന്റെ മകനാണ്. അവന് പണമുള്ളതിന്റെ വലിയ അഹങ്കാരമുണ്ട്. ബോഡി ഗാർഡ്സ് വരുന്ന സമയം എന്നെ ആരും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പൊക്കോളൂ എന്നൊക്കെ അവരോടും പറയുന്നു. അതിനവരും നിന്റെ അച്ഛനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വഴക്കു പറയും, നിന്നെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ അവകാശമാണല്ലോ. അതിനവനും എനിക്കറിയാം നിങ്ങളുടെ അച്ഛന്റെ സ്പൈസ് ആണ്, ഞാൻ എവിടേക്ക് പോകുന്നു എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എന്റെ പുറകെ വരുന്നത്, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനും പോകുന്നു. നമ്മുടെ ഹീറോയുടെ കൺസേർട്ടിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അവനും പോകുന്നത്. വാങ് ചിയാങ് എന്നാണ് അവന്റെ പേര്. നിങ്ങൾക്കൊരു VIP കാർഡ് ഉണ്ട്, അതുണ്ടെങ്കിൽ മാത്രമേ കൺസേർട്ടിലേക്ക് പ്രവേശിക്കാനായി സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് അവനും കൊടുക്കുമ്പോ അവന് ആ ഒരു കോട്ടില് ആ ഒരു കാർഡും എടുത്തു വെക്കുന്നു. ശേഷം അവൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ആ ഒരു ഒറ്റയ്ക്ക് പോകുന്നത് അവനും ആസ്വദിക്കുന്നു. അത് മനസ്സിലാക്കി അവന്റെ അമ്മയും അവന് വിളിക്കുന്നുണ്ട്. നീ ബോഡി ഗാർഡ്സിനെ കൂടെ കൂട്ടിയില്ലേ, നിന്നോട് ഒറ്റയ്ക്ക് പോകരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ചെയർമാന്റെ മകനായതുകൊണ്ട് തന്നെ ഇവനെ തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അമ്മയും പേടിക്കുന്നത്. അവനും അമ്മയെ സമാധാനിപ്പിക്കുന്നു. അച്ഛൻ ചൈനയിൽ പോയിരിക്കല്ലേ, എനിക്ക് വേറെ പ്രശ്നമൊന്നും വരില്ല, എന്നെ ഓർത്ത് പേടിക്കണ്ട. അവന് അമ്മയെന്ന് പറഞ്ഞ വലിയ ഇഷ്ടമാണ്. ആ സമയം അച്ഛനും ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അവനെ മുരും ഇൻസ്റ്റിറ്റ്യൂട്ടില് വിട്ട് പഠിപ്പിക്കണമെന്നാണ് അയാളുടെയും താല്പര്യം. അതിനവരും എന്തിനാ അവിടെ വിട്ട് പഠിപ്പിക്കുന്നത്, അവനെ വിദേശത്തെങ്ങാനും അയച്ചാൽ പോരെന്ന് ചോദിക്കുമ്പോ അയാളും അതിന് സമ്മതിക്കുന്നില്ല. ശേഷം നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. അവളും അത്യാവശ്യം പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ്. ഇവളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ തുടങ്ങിയ ഡ്രാമകളിലൊക്കെ ഇവളും അഭിനയിച്ചിട്ടുണ്ട്. ശേഷം നമ്മുടെ ഐഡലായ ശിവുവും കുളിച്ച് റെഡിയായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവന്റെ ഫ്ലാറ്റിലേക്ക് ചെയർമാന്റെ മകനായ വാങ് ചിയാനും വരുന്നത്. ഇതെന്താ എത്ര വൃത്തിയില്ലാതെ കിടക്കുന്നത്. അവനും ക്ലീനിങ് സ്റ്റാഫിനെ വിളിച്ചിട്ട് ഈ ഒരു മുറി വൃത്തിയില്ലല്ലോ, ഇപ്പോ തന്നെ ഇത് വൃത്തിയാക്കണമെന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. എന്നിട്ട് അവന്റെ കോട്ടും അവിടെ എടുത്തിടുന്നു. അതേസമയം അതിന്റെ തൊട്ടടുത്തായി അതേ നിറത്തിലുള്ള മറ്റൊരു കോട്ടം ഉണ്ടായിരുന്നു. അവനും കുളിക്കാമെന്നൊക്കെ പറഞ്ഞ് പോവാൻ നിൽക്കുന്ന സമയമാണ് അവിടെ വെച്ചിട്ട് ശിവുവിനെ കാണുന്നത്. അവർ രണ്ടുപേരും അത് കണ്ട് ഷോക്കാകുന്നു. ഐഡലും വിചാരിക്കുന്നത് ആളുടെ ഏതെങ്കിലും ഒരു ഫാൻസ് ആയിരിക്കും ഇവിടെ വന്നിട്ടുള്ളത് എന്നാണ്. ഈ ഫാൻസിനെ കൊണ്ട് എനിക്ക് വയ്യ. അതിന് വാങ് ചിയാങ് ചോദിക്കുന്നത് നീ എന്താ എന്റെ മുറിയിൽ ചെയ്യുന്നതെന്നാണ് അവനും പറയുന്നത്. ശരിക്കും ഈ ഹോട്ടല് അവന്റെ അച്ഛന്റേതാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. ആ റൂമിലേക്കാണ് നമ്മുടെ ഐഡലും വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഹീറോയിനും സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി ആ ഒരു കൺസേർട്ട് നടക്കുന്ന സ്ഥലത്തേക്കും വരുന്നുണ്ട്. അവളും കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ഒരു സ്ത്രീയും വിളിച്ചിട്ട് നിങ്ങൾക്കറിയില്ലേ, ശിവുന് പൊട്ടറ്റോ റൈസ് കേക്ക് എന്ന് പറഞ്ഞ വലിയ ഇഷ്ടമാണ്, ഇത് മാത്രമാണ് അവൻ എപ്പോഴും കഴിച്ചുകൊണ്ട് നടക്കാറ്. ഇത് കേൾക്കുമ്പോ അവന്റെ ഫാൻസ് എല്ലാം വന്നിട്ട് അവള് കൊണ്ടുവച്ചിരുന്ന റൈസ് കേക്കും വാങ്ങിക്കുന്നു. ശേഷം ഇവിടെ നമ്മുടെ ഐഡലിന്റെ അടുത്തും ഹോട്ടലുകാർ വന്ന് പറയുന്നുണ്ട് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്, ഇവിടുത്തെ പുതിയ ആളാണ് റൂം കൊടുത്തിട്ടുണ്ടായിരുന്നത്, അയാൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് എന്നൊക്കെ അവര് പറയുന്നുണ്ട്. ഐഡലും അതെനിക്ക് മനസ്സിലായി, എല്ലാരും ഇവിടെ നിന്ന് പോകാനായി പറയുന്നുണ്ട്. അതിന് വാങ് ചിയാങ്ങും ഇതാരാ ഈ പറയുന്നത്, ഇതെന്റെ റൂമാണല്ലോ. അതിന് ഐഡലിന്റെ മാനേജറും ഇവനെ നിങ്ങൾക്ക് അറിയില്ലേ, ലോകമെമ്പാടും അറിയുന്ന ഒരു സ്റ്റാർ ആണ് ഇയാള്, മോബിയസ് എന്ന ബാങ്ക് ഗ്രൂപ്പിനെ അറിയാത്തതായിട്ട് ഈ കൊറിയയിൽ തന്നെ ആരും ഉണ്ടായിരിക്കില്ല, അതിനവനും ഇവനെ കുറിച്ച് അറിയില്ലെന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവര് തമ്മിൽ വാക്ക് തർക്കം നടക്കുന്നു. ഈ ഒരു ശിവുവിന്റെ കൺസേർട്ടിന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇവന്റെ അച്ഛന്റെ ഗ്രൂപ്പാണ്. ശേഷം നമ്മുടെ ഹീറോയിനും ഒരു റൈസ് കേക്ക് വിറ്റ് ഒരുപാട് പണം കിട്ടുന്നുണ്ട്. ആ സമയമാണ് അവിടെ ക്യാപ്പ് വെച്ചൊരു പെൺകുട്ടി പോകുന്നത് ഇവളെ ശ്രദ്ധിക്കുന്നത്. അത് ഇവളുടെ ഫ്രണ്ടായ സോനയാണ്. ആ സമയം കൺസേർട്ട് കാണാൻ വേണ്ടിയിട്ട് വാങ് ചിയാങ്ങും അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ID കാർഡ് തരൂ സാർ എന്ന് പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരും പറയുമ്പോ ഇവനും ഇവന്റെ കോട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കുമ്പോ ഇവന്റെ VIP കാർഡ് കാണുന്നില്ല. കാരണം ഇവരുടെ കോട്ട് മാറിപ്പോയി. ഇവന്റെ കയ്യിലുണ്ടായിരുന്നത് ഷിവു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ടാബ്ലറ്റ്സ് ആയിരുന്നു. ആ സമയം ഷിവുവും അവന്റെ കോട്ട് നോക്കുന്ന സമയം അതിനകത്ത് VIP കാർഡും ഒരു മൊബൈൽ ഫോണുമാണ് ഉണ്ടായിരുന്നത്. അവനും ചെവി വേദന എടുത്തിട്ട് വയ്യായിരുന്നു. ശേഷം ബോഡി ഗാർഡ്സും അവനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവനും ആ ഒരു കൺസേർട്ടിലേക്ക് കയറുന്നത്. ആ സമയം ഒരു ഗേൾ ഗ്രൂപ്പ് അവിടെ പെർഫോം ചെയ്യുകയായിരുന്നു. അവരെ കാണാൻ വേണ്ടിയിട്ടാണ് അവനും അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. വൈറ്റിന്റെ പെർഫോമൻസ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടല്ലോ. അവനും അവരുടെ പെർഫോമൻസ് നന്നായി എൻജോയ് ചെയ്യുന്നു. അടുത്തതാണ് മോബിയസിന്റെ പെർഫോമൻസ്. അതിലാണ് നമ്മുടെ ഹീറോ ആയ ശിവുവും വരുന്നത്. അവനും അവർ പെർഫോം ചെയ്യുന്ന സമയം ഫാൻസും നന്നായി ചിയർ ചെയ്യുന്നു. ആ
ക്യാപ്പ് വെച്ച് വന്ന ആ ഒരു പെൺകുട്ടി സോനയും ശിവുവിന്റെ വലിയൊരു ഫാനായിരുന്നു. ശിവു പെർഫോം ചെയ്യുന്ന സമയം വാങ് ജിയാങ്ങിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. ഇവർ തമ്മിൽ ആദ്യമേ വഴക്ക് കൂടിയതായിരുന്നല്ലോ. അങ്ങനെ പെർഫോം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അവന് വീണ്ടും ചെവി വേദന എടുക്കുന്നുണ്ട്. അവനും പെർഫോം ചെയ്യാനായി പറ്റുന്നില്ല. വാങ് ജിയാങ്ങും അത് ശ്രദ്ധിക്കുന്നു. സോനയും അത് കാണുന്നുണ്ട്. പക്ഷെ അതിലേക്ക് തരണം ചെയ്ത് ശിവു എങ്ങനെയൊക്കെയോ അതിനെ ഓവർകം ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. ആ സമയം മുകളിലുണ്ടായിരുന്ന കുറച്ച് ലൈറ്റ്സും മറ്റും ഇളകി വീഴാനായി പോകുന്നത് കാണിക്കുന്നു. ഇക്കാര്യം സോനയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്നവരും ആ ഐഡൽസിനോട് മാറി നിൽക്കാനായി പറയുന്നുണ്ട്. പക്ഷെ ശിവുവിന് ആ സമയം ചെവി വേദനയായതുകൊണ്ട് തന്നെ അവനൊന്നും കേൾക്കാനായി സാധിക്കുന്നില്ല. അവൻ മാത്രം അവിടെ നിൽക്കുകയായിരുന്നു. ആ ഒരു ലൈറ്റ്സും വന്ന് വീഴാനായി പോവുകയാണ്. സോനയും അവിടുത്തെ ബോഡി ഗാർഡ്സിനെല്ലാം തട്ടി മാറ്റിയിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നു. പക്ഷെ അതിനു മുന്നേ ശിവുവിന്റെ ദേഹത്ത് ആ ഒരു ലൈറ്റ്സ് വീഴാനായി പോകുമ്പോ അവനിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. പക്ഷെ ആ സമയം ആ ഒരു ലൈറ്റും അങ്ങനെ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്തോ ഒരു പവർ ഇവന്റെ ഉള്ളിലുണ്ട്. ശേഷം ഒരു പവറും പോകുമ്പോ ആ ലൈറ്റും താഴെ വീഴാനായി പോകുന്നു. അവളും ശിവുവിനെ സ്റ്റേജിൽ നിന്ന് പിടിച്ചു മാറ്റുന്നു. ആ ലൈറ്റും താഴെ വന്ന് വീഴുന്നു. നിങ്ങൾ ഓക്കെ ആണോ എന്ന് സോനയും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെവി കേൾക്കാനായി സാധിക്കില്ലല്ലേ? നിങ്ങൾ മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരണം. എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനായി സാധിക്കും. ആ സമയം ബോഡി ഗാർഡ്സും അവളെ പിടിച്ചു മാറ്റുന്നു. അവൾ പോകുമ്പോ മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ വരണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോകുന്നു. ഇവരുടെ സുപ്പീരിയർ മാനേജറും നിനക്ക് എന്ത് പറ്റിയെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവന് ചെവി കേട്ടൂടാ എന്നുള്ള കാര്യം അയാളോട് പറയാനായി അവന് സാധിക്കില്ല. കാരണം അവനൊരു ഐഡലാണ്. അവന് ചെവി കേൾക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന്റെ കരിയറിനെ തന്നെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവനും തനിക്കൊരു ബ്രേക്ക് വേണം. ഒരു വർഷമെങ്കിലും വേണം. സുപ്പീരിയർ മാനേജറും നമുക്കത് ഡിസ്കസ് ചെയ്യാം. നീ ഇപ്പൊ എന്തായാലും റെസ്റ്റ് എടുക്കെന്ന് അവനോട് പറയുന്നു. ഇവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരുപാട് ഹോസ്പിറ്റലിലും കാണിച്ചുവെങ്കിലും അവൻ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനായി സാധിച്ചില്ല. ആ സമയം ഇവന്റെ മാനേജറും സുപ്പീരിയർ മാനേജറിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ശിവുവിന് ചെവി കേൾക്കാനായി സാധിക്കില്ല. കാരണം ഇന്നലെ അവൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു. നമ്മുടെ കമ്പനി ഓൾറെഡി കടക്കണിയിലാണ്. അവനും കേൾവി ശക്തി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രശ്നമാവും. അവനല്ലേ ഇപ്പോ പാട്ടിലും എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്നത്. അത് കേട്ടിട്ട് സുപ്പീരിയർ മാനേജറും ചിരിക്കുന്നു. അതെന്തായാലും നന്നായല്ലോ. അവൻ ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും എടുത്തു കളയണം. ഒരു ചെവി കേട്ടിടാത്ത സിംഗറിനെ നമ്മൾ എന്ത് ചെയ്യാനാ? ഒരു റൂമർ ഉണ്ടായിരുന്നല്ലോ ശിവുനും ഒരു പെൺകുട്ടിയായി അഫയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവന് അവളെ ഇഷ്ടമല്ലായിരുന്നു. ആ ഒരു കേസ് വെച്ചിട്ട് നമുക്ക് അവനെ നമ്മുടെ കമ്പനിയിൽ നിന്നും പുറത്താക്കാം. വാങ് ജിയാങ്ങും അവന്റെ കോട്ട് വാങ്ങിക്കാനായി ശിവുവിനെ കാണാൻ വരുന്നു. പക്ഷെ ഹോട്ടലിൽ അവനില്ലെന്നാണ് പറയുന്നത്. അവന്റെ കോട്ടിനുള്ളിലാണ് അവർ മൊബൈൽ ഫോണും മറ്റും ഇരിക്കുന്നത്. ശിവുവും ആ ഒരു സ്ഥലത്ത് വന്ന് റിലാക്സ് ചെയ്യാനായി വന്നതാണ്. അപ്പോഴാണ് അവനും ആ ഒരു കോട്ട് ശ്രദ്ധിക്കുന്നത്. അത് വാങ് ജിയാങ്ങിന്റെ ഫോണും മറ്റും ആണെന്ന് ഇവനും മനസ്സിലാകുന്നു. ശേഷം വാങ് ജിയാങ്ങിന്റെ അച്ഛനെയാണ് കാണിക്കുന്നത്. അവനെ മൂരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വിടണമെന്നാണ് അയാളും തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പിന്നിൽ അയാൾക്കും കുറച്ച് ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് അയാളുടെ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട് മറ്റു സ്കൂളുകളെ പോലെ അവനും ഇവിടെ നിന്ന് പോയാലോ? അതിനയാളും അവന്റെ ലോകം എന്ന് പറയുന്നത് അവന്റെ അമ്മയാണ്. അവള് പറഞ്ഞ തീർച്ചയായിട്ടും അവൻ കേൾക്കും. അപ്പോഴാണ് മൂര്യം ഇൻസ്റ്റിറ്റ്യൂട്ടും കാണിക്കുന്നത്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ അവിടുത്തെ പ്രിൻസിപ്പലിനെയും കാണിക്കുന്നു. ഈ വ്യക്തിയാണ് നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ശേഷം നമ്മുടെ ഹീറോയിനും പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി പോവുകയായിരുന്നു. അവളും ഒരുപാട് പാർട്ട് ടൈം ജോലികൾ ചെയ്തിട്ടാണ് അവളുടെ കുടുംബത്തെ മുഴുവൻ നോക്കുന്നത്. അങ്ങനെ ചിക്കൻ വിൽക്കാനായിട്ട് അവളും ഒരു കസ്റ്റമറിന്റെ അടുത്തേക്ക് പോകുന്നു. ആ സമയമാണ് ശിവുവും പോകുന്ന സമയം ഒരു പെൺകുട്ടിയും അവിടേക്ക് വരുന്നുണ്ട്. ഈ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് അവന്റെ സുപ്പീരിയർ മാനേജറും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവളും അവനെ തന്നെ പിടികൂടിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞ സുപ്പീരിയർ മാനേജറും ആ ഒരു പെൺകുട്ടിയെ കാണാനായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തിനാ ശിവുവിന്റെ കൂടെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാളും നിന്നെ പോലുള്ള പുതിയ ആൾക്കാർക്ക് വരാൻ പറ്റിയ വലിയൊരു മാർഗ്ഗമാണ് ഇവിടെയുള്ള ടോപ്പ് സ്റ്റാറിന്റെ കൂടി എന്തെങ്കിലും ഒരു സ്കാൻഡൽ വരിക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നീയും ടോപ്പ് ആവാൻ സാധ്യതയുണ്ട്. അവനും അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ ഒരു കാറിൽ നിന്ന് പോകാനായി അവളോടും പറയുന്നു. ആ സമയം ഇവരിവിടെ നിന്ന് വഴക്ക് കൂടുന്നത് കുറച്ച് ചെറുപ്പക്കാർ കാണുന്നു. ഇതെല്ലാം ഇവന്റെ സുപ്പീരിയർ മാനേജറിന്റെ സെറ്റപ്പാണ്. ആ മാനേജറും ഈ കാര്യം കാണുന്നുണ്ട്. മറ്റുള്ളവരും നീ വലിയ സ്റ്റാർ ഒക്കെ ആണല്ലോ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു. ആ സമയമാണ് നമ്മുടെ ഹീറോയിൻ അതുവഴി പോകുന്നത്. പ്രശ്നം നടക്കുന്ന കണ്ടിട്ട് അവളും ഓർക്കുന്ന ഒരു കാര്യം, എന്റെ അച്ഛൻ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എല്ലാ പ്രശ്നങ്ങളിലും കയറി ഇടപെടരുത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവളും അവിടെ നിന്ന് പോകുന്നു. ആ ഗുണ്ടകളും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിയും ഉപദ്രവിക്കാനായി ശ്രമിക്കുന്ന സമയം ശിവവും അതിൽ ഇടപെടുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയിനും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതൊന്നും ചെയ്യരുത്, ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് വേഗം ഓടി രക്ഷപ്പെട്ടോ. ആ സമയം അവിടെ നിന്ന് ആരോ ഫോട്ടോ എടുക്കുന്നത് ശിവവും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവനും അവളോട് പോലീസ് ഇവിടെ വരുന്നതിന് മുന്നേ ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ എടുത്ത ആളുടെ പുറകെ പോകുന്നു. ഇത് ശരിക്കും ഇവർ പ്ലാൻ ചെയ്തത് പോലെയാണ് നടക്കുന്നത്. ഹീറോയിനും നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. ആ സമയം ഒരുപാട് മീഡിയ റിപ്പോർട്ടേഴ്സ് ഒക്കെ അവിടേക്ക് വരുന്നുണ്ട്. അവളൊരു സ്റ്റാർ ആയതുകൊണ്ട് എന്ത് പറ്റി, നിങ്ങൾ ഷൂവിന്റെ കൂടെ ആയിരുന്നല്ലോ, എന്താ സംഭവിക്കുന്നതെന്ന് പറയുമ്പോ അവളും കരഞ്ഞു കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ പെൺകുട്ടിയും പറയുന്നത് എനിക്ക് ഷൂവിന്റെ കൂടെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. കുറെ ആൾക്കാര് ഞങ്ങളെ ഉപദ്രവിക്കാനായി വന്ന സമയം അവൻ എന്നെ തനിച്ചാക്കി ഇവിടെ നിന്ന് പോയെന്നാണ് അവളോട് പറയുന്നത്. ആ സമയം അവളെ രക്ഷിച്ചത് ഹീറോയിനായിരുന്നു. ഹീറോയിൻ അവരുടെ കൂടെ എല്ലാം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവരും അവളെ ഇന്റർവ്യൂ ചെയ്യുന്നു. എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോ ഇവിടെ കുറച്ച് ആൾക്കാര് പ്രശ്നം ഉണ്ടാക്കാനായി വന്നു, ഞാൻ അവരെ എല്ലാവരെയും നേരിട്ടിട്ടുണ്ട്. അയാളും ശിവു എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോ അവൻ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് വണ്ടി എടുത്തോണ്ട് പോയി എന്നാണ് പറയുന്നത്. മീഡിയക്കാരാണെങ്കിൽ അതങ്ങ് വല്ലാതെ പൊലിപ്പിച്ച് വിടുന്നുണ്ട്. ഇവിടെ സുപ്പീരിയർ മാനേജറും ശിവുവിനോട് വന്ന് വഴക്ക് കൂടുന്നു. നീ എന്തിനാ അവളെ വഴിയിൽ വിട്ടിട്ട് പോയതെന്ന് ചോദിക്കുമ്പോ അവനും പറയുന്നത് കുറച്ച് ആൾക്കാര് ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അവരുടെ
പിന്നാലെ പോയതാണ്. അവനോട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ശേഷം വാങ് ചിയാനും അവനെ കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവന്റെ കോട്ടും തിരിച്ചു കൊടുക്കുന്നു. നീ ഒറ്റ ദിവസം കൊണ്ട് വലിയ സ്റ്റാർ ആയല്ലോ, എന്റെ കോട്ട് തിരിച്ചു തരണം, അത് ലിമിറ്റഡ് എഡിഷൻ ആണ്, എന്റെ ഫോണും തിരിച്ചു തരണം. പക്ഷെ ശിവു ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ആ സമയം വാങ് ചിയാനെ കുറച്ച് ആൾക്കാർ തട്ടിക്കൊണ്ടു പോകുന്നു. ശിവുവിനും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇവന്റെ സുപ്പീരിയർ മാനേജറും ഇവനോട് ഈ ബാൻഡിൽ നിന്നും പോകാനായി പറയുന്നുണ്ട്. നിന്റെ ചെവി ശരിയാവുന്നത് വരെ നീ ഒരു വർഷം ഇവിടെ നിന്ന് വിട്ടു നിൽക്കണമെന്ന് അവരും പറയുന്നു. ശേഷം ഹീറോയിനെ കാണിക്കുന്നു. അവൾക്ക് അച്ഛനും അമ്മയുണ്ട്. അച്ഛന് കണ്ടു കാണാൻ സാധിക്കില്ല. അയാളുടെ സെക്കൻഡ് വൈഫാണ് കൂടെയുള്ളത്. അയാളും അവളെ വഴക്കു പറയുന്നു. അവള് ഒരു പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ, എന്തിനാ അവരുടെ കൂടെ അടികൂടാനായി പോയത്? അവൾ അടികൂടാനൊക്കെ പോകുന്നത് അയാൾക്ക് തീരെ ഇഷ്ടമല്ല. അവിടെ വഴക്കുണ്ടാവുമ്പോ അവളും തനിക്ക് മീൻ പിടിക്കാനായിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ വാങ്ങിച്ച് അങ്ങനെ കുറച്ച് ആൾക്കാരും തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. ആ സമയം അവന്റെ അമ്മയും വിളിക്കുന്നുണ്ട്. അവനും എന്നെ വീണ്ടും കുറച്ച് ആൾക്കാർ തട്ടിക്കൊണ്ട് പോവുകയാണമ്മേ. അവന്റെ അമ്മയും ഇത്തവണ നിന്റെ അച്ഛനാണ് നിന്നെ തട്ടിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹത്തിന് നീ മൂര്യം സ്കൂളിൽ പഠിക്കണമെന്നാണ് താല്പര്യം. അവനും എന്നെ എന്തിനാ അവിടേക്ക് ചേർക്കാനായി കൊണ്ടുപോകുന്നത്? അവന്റെ അമ്മയും നിന്നെ ഒരുപാട് കോളേജിൽ നിന്നും പുറത്താക്കിയതല്ലേ, ഇനി മറ്റൊരിടത്തേക്കും നിനക്ക് അഡ്മിഷൻ കിട്ടില്ല. ഇത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിന്റെ അച്ഛൻ ആ ഒരു സ്കൂളിലേക്ക് നിന്റെ അഡ്മിഷനും ശരിയാക്കിയത്. അതിനവനും ഞാൻ എന്തിനാ സ്കൂളിലേക്കൊക്കെ പോകുന്നത്? എന്റെ അച്ഛനും ഒരുപാട് പണം ഉണ്ടല്ലോ, അടുത്ത അനന്തരാവകാശി ഞാനല്ലേ. അതിനവന്റെ അച്ഛനും നിന്നോട് ആരാ പറഞ്ഞേ നീയാണ് ഇവിടുത്തെ അനന്തരാവകാശി എന്ന്? ഒരു വർഷം ആ ഒരു സ്കൂളിൽ പോയി പഠിച്ചേക്കണം, ഇല്ലെങ്കിൽ നിന്നെ ശരിയാക്കുമെന്ന് അയാളും അവന് വഴക്കു പറയുന്നു. എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അച്ഛനും അവന് ഒരുപാട് പ്രശ്നങ്ങൾ ഈയിടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ എങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവിടേക്ക് തന്നെ അവൻ പോകണം, എന്നാലേ അവനൊരു പാഠം പഠിക്കുകയുള്ളൂ. ബാങ് ചിയാങ്ങും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകുമെന്ന് അവനും ചിന്തിക്കുന്നുണ്ട്. അവനും തനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അങ്ങനെ അവരും കാറ് നിർത്തുന്നു. അവനും അവരോട് തിരിഞ്ഞു നിൽക്കാനായി പറയുന്നുണ്ട്. ആ ഗ്യാപ്പിന് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഞാൻ ഒരു സ്കൂളിലേക്ക് പോകില്ല, ഞാൻ ഇവിടെ നിന്നും രക്ഷപ്പെടാനായി പോവുകയാണ്. പക്ഷെ ഇവൻ ഓടിപ്പോകുമ്പോ ഇവന്റെ മുന്നിൽ കടലാണ് ഉണ്ടായിരുന്നത്. എനിക്ക് നീന്താൻ അറിയില്ല, നിങ്ങൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചാടും, ഞാൻ ചാടിക്കഴിഞ്ഞാൽ എന്റെ അച്ഛൻ നിങ്ങളെ വെറുതെ വിടില്ല. പക്ഷെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം അവനും കാല് തന്നെ കടലിലേക്ക് വീഴുന്നു. ഇവനും കടലിന്റെ അടിയിലേക്ക് താഴ്ന്നു പോകുന്നു. ആ സമയം നമ്മുടെ ഹീറോയിനും മീൻ പിടിക്കാനായി പോയിട്ടുണ്ടായിരുന്നല്ലോ, അവൾ ഈ സംഭവവും കാണുന്നു. അവളും നീന്തി അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇവനും കണ്ണു തുറക്കുമ്പോ കാണുന്നത് അവളെയാണ്. അവളും വന്ന് അവനെ രക്ഷിക്കുന്നു. അവളും അവനെ ഉണർത്താനായി ശ്രമിക്കുന്നുണ്ട്. ഇവനും കണ്ണു തുറന്നിട്ട് നിങ്ങളൊരു മത്സ്യകന്യകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ ബോധവും പോകുന്നു. ശേഷം ഇവിടെ ശിവുവിന്റെ ഫാൻസ് മുഴുവൻ ഇപ്പോൾ അവനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവരെല്ലാവരും ആ ഒരു ബാൻഡിൽ നിന്നും അവൻ ഉടനടി പുറത്തേക്ക് പോകണമെന്നാണ് പറയുന്നത്. ആ സമയത്ത് അവനും അവിടേക്ക് വരുന്നു. എല്ലാവരും ആ ഒരു പെൺകുട്ടിയെ നീ തനിച്ചാക്കിയിട്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുകയും അവനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നു. ശേഷം അവനും ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോഴാണ് സ്റ്റേജിൽ വെച്ചൊരു പെൺകുട്ടി മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞത് അവനും ഓർക്കുന്നത്. അവനും അത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നു. പക്ഷെ അതില് ഒന്നും തന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കാണിക്കുന്നില്ല. ഞാൻ വെറുതെ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്നതാണ്. ആ സമയമാണ് വാങ് ചിയാന്റെ ഫോണ് ഇപ്പൊ ഇവന്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജും വരുന്നു. അവന്റെ അച്ഛനാണ് അത് അയച്ചിരിക്കുന്നത്. നീ മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിയോന്ന് അയാളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാനുള്ള ലൊക്കേഷനും അയാൾ അയച്ചിട്ടുണ്ടായിരുന്നു. ശേഷം വാങ് ചിയാങ്ങിനെ ഹീറോയിനും അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അവനിപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. ആ സമയം അവളുടെ അച്ഛനും അവനെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനാണെങ്കിൽ ഉണർന്നിട്ട് അയാളെ കണ്ട് പേടിച്ച് പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവളുടെ അമ്മ അവിടെ ഇരിക്കുകയായിരുന്നു. അവരാണെങ്കിൽ മീൻ വെട്ടിക്കൊണ്ടുവരിക്കുന്നു. അവരുടെ ആ ഒരു ട്യൂബും കോലമൊക്കെ കണ്ടിട്ട് അവനും ബോധം കെട്ട് വീഴുന്നു. ശേഷം അവര് വെച്ചു കൊടുക്കുന്ന ഫുഡൊക്കെ അവൻ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അച്ഛനും ചോദിക്കുന്നുണ്ട് നീ ഇതിനാ ഞങ്ങളെ കണ്ടിട്ട് ബോധം കെട്ട് വീണത്? അതിനവനും ഞാൻ ഉണർന്ന സമയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാര് എന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പേടി വരില്ലേ? അവരും അവനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ആരാ, നിന്റെ വീട്ടുകാരൊക്കെ എവിടെയാ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവനും ഞാൻ വാങ് ചിയാങ്ങാണ്, എന്റെ അച്ഛൻ ചൈനയിലെ വലിയൊരു ബിസിനസ്സുകാരനാണ്, ഒരു വലിയ ഗ്രൂപ്പിന്റെ അനന്തരാവകാശിയാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ ചെറിയ വീടൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് വലിയ വീട് വെച്ച് തരാൻ അച്ഛനോട് പറയാം, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചതല്ലേ. പക്ഷെ അത് കേട്ടിട്ട് അവര് വിശ്വസിക്കുന്നില്ല. ഇവന്റെ വീഴ്ചയില് ഇവന് ഭ്രാന്തായതായിരിക്കുമെന്നാണ് അവരും കരുതുന്നത്. അവനും എന്നെ രക്ഷിച്ച ആ മത്സ്യകന്യക എവിടെയെന്ന് ചോദിക്കുമ്പോ അവരും അവൾ പുറത്തുണ്ട്, നീ പോയി നോക്കാനായി അവനോടും പറയുന്നു. അവനും അവളെ മീറ്റ് ചെയ്യുന്നു. അവനും നീയല്ലേ എന്റെ ജീവൻ രക്ഷിച്ചത്, നിനക്ക് എന്താ വേണ്ടത്? അവളും എനിക്കൊന്നും തന്നെ വേണ്ട, എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകണം, ഞാനും മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. അത് കേട്ടവനും മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടോ, നീയും അവിടെയാണോ പോകുന്നത്? അവൻ ഉറക്കെ പറയുന്നത് കേട്ടിട്ട് അവനും അവളോട് മിണ്ടാതിരിക്കാനായി പറയുന്നുണ്ട്. കാരണം ഇവൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നത് ഇവളുടെ അച്ഛന് ഇഷ്ടമല്ല. അയാൾ അറിയാതെയാണ് അവൾ അവിടേക്ക് പോയി പഠിക്കുന്നത്. ആ സമയം അവന്റെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വരുന്നു. അമ്മയും മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങോട്ടൊന്നും നീ പോകണ്ട, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനായി അമ്മയും പറയുന്നു. അതിനവനും ഞാൻ മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ശിവുവും വാങ് ചിയാങ്ങിന്റെ അച്ഛൻ അയച്ചു കൊടുത്ത ആ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നു. അവന് നോക്കുമ്പോ വലിയൊരു കാടാണ് മുന്നിൽ. അവനും ആ കാട്ടിലൂടെ നടന്ന് ഉള്ളിലേക്ക് പോകുന്നു. അതേസമയം തന്നെ ഹീറോയിനും വാങ് ചിയാങ്ങും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവുകയായിരുന്നു. അവളും നമ്മളെന്തായാലും എത്താറായി, ഇനി കുറച്ചു ദൂരം കൂടെ ഉള്ളൂ. അവനും മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കാനായിട്ട് ഭയങ്കര പാടാണോ? അതിനവളും എല്ലാവർക്കും ആ ഒരു സ്കൂളിലേക്ക് കടക്കാനോ ആ സ്ഥലം കണ്ടുപിടിക്കാനോ സാധിക്കില്ല, നിനക്ക് ആ സ്കൂളിനെ കുറിച്ച് ഒന്നും അറിയില്ലേ? അറിയില്ലെന്ന് അവനും. ആ സമയം അവിടെ ഒരു ബട്ടർഫ്ലൈ പറന്നു വരുന്നുണ്ട്. അവനും ആ ഒരു ബട്ടർഫ്ലൈ
വർഷങ്ങളായി നമുക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഞാൻ അതിന് നിനക്ക് വേണ്ടി പിടിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് അതിന്റെ പുറകെ പോകുന്നു. അവളും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനു മുന്നേ അവൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവളും അവന്റെ പേര് ഉറക്കെ വിളിക്കുന്നുണ്ട്. അവിടെ എങ്ങും കാണാനായി സാധിക്കുന്നില്ല. അപ്പോഴാണ് ശിവു അവിടേക്ക് വരുന്നത്. അവളും അവനെ കണ്ട് ഷോക്കാകുന്നു. അപ്പോഴാണ് അവൻ ഓർക്കുന്നത് ഇവളാണ് മീഡിയക്കാരോട് ആ പെൺകുട്ടിയെ തനിച്ചാക്കിയിട്ട് അവൻ രക്ഷപ്പെട്ട കാര്യം പറഞ്ഞത്. അവനും ദേഷ്യപ്പെട്ട് നീ എന്നെ ഫോളോ ചെയ്യുമായിരുന്നു, നീയും അവരുടെ കൂടെയുള്ള ആളായിരുന്നില്ലേ, എന്നെ തകർക്കാനായിട്ട് നിനക്ക് എത്ര രൂപ കിട്ടി, എന്റെ മാനേജറാണോ നിന്നോട് അങ്ങനെ അഭിനയിക്കാനായി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വഴക്കു പറയുന്നു. ഇക്കാര്യം വാങ് ചിയാങ്ങും കാണുന്നു. ഇവിടെ ഹീറോയിനും ഞാൻ നിന്നെ സഹായിക്കാനാണ് ശ്രമിച്ചത്. അവനും അവളോട് ദേഷ്യപ്പെടുന്നു. അതുകൊണ്ട് വാങ് ചിയാനും അവളെ വിടറാന്ന് പറഞ്ഞിട്ട് അവന്റെ നേർക്ക് ചാടുന്നു. ഇവർ രണ്ടുപേരും ഉരുണ്ട് താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് അവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവിടെ വല്ലാതെ കാറ്റ് വീശുന്നു. ആ ഒരു സ്ഥലത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇവർക്കും എന്താ കാര്യമെന്ന് മനസ്സിലാകുന്നില്ല. ഇവരെ നോക്കുമ്പോ ആ ഒരു കാടുള്ള സ്ഥലം മാറിയിട്ട് അവിടേക്ക് ഇവർക്കും മുരും ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാനായി സാധിക്കുന്നു. ആ സമയം ആ ഇൻസ്റ്റിറ്റ്യൂട്ടില് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവിടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ കുലുങ്ങുന്നുണ്ട്. അവിടുത്തെ ടീച്ചേഴ്സും ആ സ്കൂളിലുണ്ടായിരുന്ന ആ ഒരു സീലും ആരും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. സാധാരണ പുറത്തു നിന്നുള്ള ആർക്കും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാനായി സാധിക്കില്ല. അവിടെ പെർമിഷൻ ഉള്ളവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവർ വന്ന് വീണ സമയം എന്തോ ഒരു കാരണം കൊണ്ട് ആ ഒരു സ്കൂളിന് ചുറ്റും ഇവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സീലും അൺലോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇവരും അതിശയിച്ച് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്തേക്ക് പോകുന്നു. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെയുള്ള എല്ലാവരും പുറത്തേക്ക് വന്ന് നോക്കുന്നു. അവിടേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പളും എത്തുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.